ഈ ഹരിത പ്രോട്ടോകോളിന്റെ വിളംബര ജാഥയാണ് ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. MP അടക്കമുള്ളവർ ഇതിന് സന്നദ്ധരായി എത്തിയിട്ടുണ്ട്. വിവിധ സ്കൂളുകളിൽ നിന്ന് കൂടുതൽ വിദ്യാർത്ഥികളെ ഇവിടേക്ക് എത്തി. ഊട്ടുപുരയിൽ സസ്യേതര വിഭവങ്ങളും ലഭ്യമാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. മത്സ്യവും മാംസവും നൽകുന്നതിനോട് സർക്കാരിന് എതിർപ്പില്ല. ഇക്കുറി ഉൾപ്പെടുത്താത്തതിന്റെ കാര്യം പരിശോധിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. എന്തായാലും അടുത്ത വർഷം വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടാവും. മാനുവലിലൊക്കെ എന്തെങ്കിലും പരിഷ്കാരം വരുത്തണമെങ്കിൽ അത് പരിഷ്കാരം വരുത്താം. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. ഗവൺമെന്റ് വെജിറ്റേറിയൻകാരോടുണ്ട്, നോൺ വെജിറ്റേറിയൻകാരോടുണ്ട്, രണ്ടും കഴിക്കുന്നവരോട് ഗവൺമെന്റ് ഉണ്ട്. BJP പിന്നെ UDF ഗവൺമെന്റ് ഭരിച്ചിരുന്നപ്പോൾ യുവജനോത്സവം നടന്ന സമയത്ത് എന്താ ഉറക്കമായിരുന്നു? സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ ഭക്ഷണ മെനുവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കാര്യമാക്കുന്നില്ലെന്നും സർക്കാരാണ് മെനു തീരുമാനിക്കുന്നതെന്നും പഴയിടം മോഹനൻ നമ്പൂതിരി. സർക്കാർ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കുക മാത്രമാണ് തന്റെ കടമയെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. യുവജനോത്സവത്തിന് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് ഫുഡ് കമ്മിറ്റി നമുക്ക് തന്നിരിക്കുന്ന മെനു അനുസരിച്ചിട്ടാണ്. അതിന് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഫുഡ് കമ്മിറ്റിയാണ് മാറ്റം വരുത്തേണ്ടത്. ഫുഡ് കമ്മിറ്റി മാറ്റം വരുത്തെങ്കിൽ സർക്കാരാണ് മാറ്റം വരുത്തേണ്ടത്. അപ്പോൾ ഇവരെ ഏൽപ്പിച്ചൊരു ജോലി, അതായത് ഗവൺമെന്റ് ഏൽപ്പിച്ചൊരു ജോലി നിന്ന് ചെയ്തു കൊടുക്കുക എന്നുള്ളതിനപ്പുറം എനിക്കിതിൽ വേറൊന്നും ചെയ്യാനില്ല. പിന്നെ വിവാദങ്ങൾ അതതിൻ്റെ വഴിക്ക് നടക്കട്ടെ, അതിനെക്കുറിച്ച് ഞാൻ കൺസേൺ അല്ല. അത് നമ്മളിപ്പോൾ ധാരാളം കേട്ടിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന 3 ദിവസം വളരെ ക്രിട്ടിക്കലാണ്. കണ്ടോനം കുട്ടികൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുക. അവർക്ക് സമയത്ത് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ജോലി എടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളല്ലല്ലോ. ഊട്ടുപുരയിൽ സസ്യേതര വിഭവങ്ങളും ലഭ്യമാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. മത്സ്യവും മാംസവും നൽകുന്നതിനോട് സർക്കാരിന് എതിർപ്പില്ല. ഇക്കുറി ഉൾപ്പെടുത്താത്തതിന്റെ കാര്യം പരിശോധിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. എന്തായാലും അടുത്ത വർഷം വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടാവും. മാനുവലിലൊക്കെ എന്തെങ്കിലും പരിഷ്കാരം വരുത്തണമെങ്കിൽ അത് പരിഷ്കാരം വരുത്താം. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. ഗവൺമെന്റ് വെജിറ്റേറിയൻകാരോടുണ്ട്, നോൺ വെജിറ്റേറിയൻകാരോടുണ്ട്, രണ്ടും കഴിക്കുന്നവരോട് ഗവൺമെന്റ് ഉണ്ട്. BJP പിന്നെ UDF ഗവൺമെന്റ് ഭരിച്ചിരുന്നപ്പോൾ യുവജനോത്സവം നടന്ന സമയത്ത് എന്താ ഉറക്കമായിരുന്നു? സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ ഭക്ഷണ മെനുവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കാര്യമാക്കുന്നില്ലെന്നും സർക്കാരാണ് മെനു തീരുമാനിക്കുന്നതെന്നും പഴയിടം മോഹനൻ നമ്പൂതിരി. സർക്കാർ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിക്കുക മാത്രമാണ് തന്റെ കടമയെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. യുവജനോത്സവത്തിന് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് ഫുഡ് കമ്മിറ്റി നമുക്ക് തന്നിരിക്കുന്ന മെനു അനുസരിച്ചിട്ടാണ്. അതിന് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ഫുഡ് കമ്മിറ്റിയാണ് മാറ്റം വരുത്തേണ്ടത്. ഫുഡ് കമ്മിറ്റി മാറ്റം വരുത്തെങ്കിൽ സർക്കാരാണ് മാറ്റം വരുത്തേണ്ടത്. അപ്പോൾ ഇവരെ ഏൽപ്പിച്ചൊരു ജോലി, അതായത് ഗവൺമെന്റ് ഏൽപ്പിച്ചൊരു ജോലി നിന്ന് ചെയ്തു കൊടുക്കുക എന്നുള്ളതിനപ്പുറം എനിക്കിതിൽ വേറൊന്നും ചെയ്യാനില്ല. പിന്നെ വിവാദങ്ങൾ അതതിൻ്റെ വഴിക്ക് നടക്കട്ടെ, അതിനെക്കുറിച്ച് ഞാൻ കൺസേൺ അല്ല. അത് നമ്മളിപ്പോൾ ധാരാളം കേട്ടിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന 3 ദിവസം വളരെ ക്രിട്ടിക്കലാണ്. കണ്ടോനം കുട്ടികൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുക. അവർക്ക് സമയത്ത് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ജോലി എടുക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളല്ലല്ലോ.